ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും കൂടെ കൂട്ടി കഴിക്കാൻ ഈ ഒരൊറ്റ കറി മാത്രം മതി. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് പോട്ടിലോട്ടൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായത് കഴിഞ്ഞതിന് ശേഷം കടുക് പൊട്ടിച്ചെടുക്കാം, കറിവേപ്പില പൊട്ടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതിലോട്ടേക്ക് പച്ചമുളകിൻ്റെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, അതൊരു 2 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ശരിക്കും അതിൻ്റെ ആ ഒരു പച്ചച്ചോയ മാറിക്കഴിഞ്ഞതിന് ശേഷം വലിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയുള്ളിയാണ് ഇതിലേക്ക് എടുത്തത്. ഇനി നമുക്കിതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞത് ഇതിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ശരിക്കും ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം വഴുതന വട്ടത്തിൽ അരിഞ്ഞതാണ്, അത് ഇതിൻ്റെ മുകളിലോട്ടേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഒന്ന് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്, ഇത് അത്യാവശ്യം വലുതാണ്, ചെറുതാണ് 2 എടുത്തോളൂ. ഇതൊന്ന് വേവാനായിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതിയേ. ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് വേറെ ലെവലാട്ടോ. ചപ്പാത്തിൻ്റെ കണ്ണച്ചത്തിരിൻ്റെ കൂടെ ചോറിൻ്റെ ഒക്കെ കൂടെ സൂപ്പറാണ്. വെന്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് മല്ലിയില തൂവി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് കസൂരി മേത്തിയാണ്, അതൊരു 1/2 ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുത്ത് മിക്സാക്കിയാലുണ്ടല്ലോ കറി റെഡി. ട്രൈ ചെയ്യണം എന്തായാലും, അത്ര ടേസ്റ്റാണ്.